ഇന്ന് നമുക്ക് ഒരു കൊഞ്ച് തീയൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അതിനായി 2 കപ്പ് തേങ്ങ തിരുമിയത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതായി ചൂടാക്കുക. തേങ്ങയുടെ വെള്ളം ചെറുതായി വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർക്കുക. പെരുംജീരകം വലിപ്പമുണ്ട്, അതുകൊണ്ട് ചൂടാകാൻ ടൈം എടുക്കുന്നതുകൊണ്ടാണ് നേരത്തെ ചേർക്കുന്നത്. അതിനോടൊപ്പം ഒരു 10-20 കുരുമുളകും കൂടി ചേർക്കുക. ഇത് ചെറിയ തീയിലിട്ട് നന്നായി ഇളക്കുക. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ എപ്പോഴും, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് മൂത്ത് പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ബ്രൗൺ കളറായി കഴിയുമ്പോൾ, തേങ്ങ എല്ലായിടത്തും ഒരേ കളർ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നല്ലൊരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു. ഈ മല്ലിപ്പൊടി നമ്മളിട്ട് നന്നായി ഇളക്കണം. മല്ലിപ്പൊടി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 1/4 സ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ്. തീയലിന് നല്ല നിറം കിട്ടാനാണ് കാശ്മീരി ചില്ലി തന്നെ ഉപയോഗിക്കുന്നത്. എരിവിന് നമ്മൾ പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കാശ്മീരി ചില്ലി 1/4 സ്പൂണ് നമ്മൾ ചേർത്തു. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ്, നമുക്ക് അളവ് മനസ്സിലാക്കാനും സാധിക്കും. അതുമിട്ട് നന്നായി ഇളക്കുക. അപ്പം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്, കാരണം അത് മുളക് പൊടി കരിഞ്ഞു പോകാതെ ഒഴിവാക്കും. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഈ തേങ്ങ തണുത്തതിന് ശേഷം ഇളം ചൂടിയാകാമോ നല്ലതുപോലെ വെള്ളം തൊടാതെ അരച്ചെടുക്കണം. അരയുമ്പോഴേ അതിൻ്റെ വെളിച്ചെണ്ണ കൊണ്ട് നന്നായി അരഞ്ഞു കിട്ടും. വീഡിയോയിൽ നമുക്ക് കാണാം, ഒരു ശകലം പോലും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത അരപ്പാണത്. അതിനോടൊപ്പം ഒരു മുരിങ്ങയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്, 1 കഷ്ണം തോട്ടുപുളി, 1 കപ്പ് നിറയെ കൊഞ്ച് പൊളിച്ചതുണ്ട്. 1 കപ്പിൽ നമുക്ക് ചെറിയ ഉള്ളി ഒരു ഉള്ളി 2 കഷ്ണമൊക്കെ ആക്കിയാൽ മതി. അത് കറിവേപ്പില, 1 തക്കാളി, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ചട്ടിയിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ, ഒരു 3 പച്ചമുളക് ഞാൻ കീറിയെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നു. അത് നന്നായി വരണ്ട് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കണം, ഉപ്പും ചേർത്ത് കൊടുക്കണം. കാരണം ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളി നന്നായി ഒരു വരണ്ട് കിട്ടും, അതുപോലെ രുചിയും കൂടും. അപ്പം നന്നായി വരണ്ട് വരുന്ന സമയത്ത് ഉള്ളിക്ക് ഒരു പച്ച ഇതിൻ്റെ കെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നമ്മുടെ മുരിങ്ങയ്ക്കായി നമുക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കണം. ഉള്ളി നന്നായി വരണ്ടു. അതിലൂടെ തേങ്ങാക്കൊത്ത് നമ്മൾ ചേർത്തില്ല, അതിൻ്റെ കാര്യം പറഞ്ഞില്ല. അതിനകത്ത് തേങ്ങാക്കൊത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു 5-6 പീസ് തേങ്ങാക്കൊത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടാണ് ആദ്യം വരട്ടിയത്. അതിനുശേഷം നമുക്ക് അതിനകത്ത് മുരിങ്ങയ്ക്കയും ഇട്ടു. മുരിങ്ങയ്ക്കയും ചേർത്ത് മുരിങ്ങയ്ക്കയും ഒന്ന് അതിൻ്റെ ഒരു പച്ച കെടുന്ന സമയം അത്രയും ആകാവൂ, ഒരുപാടങ്ങ് വരടണ്ട, ഒന്ന് പച്ച കെടുന്ന സമയം മതി. അത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി കഴിഞ്ഞ് അതിനകത്തേക്ക് നമുക്ക് തോട്ടുപുളി നമ്മളൊരു ചെറിയ കഷ്ണങ്ങളാക്കിയതുകൊണ്ട് അതിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ആദ്യം അരപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഇളം ചൂടുവെള്ളത്തിൽ എഴുതിച്ചാലും മതി, അതാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അല്ലെങ്കിൽ പച്ചവെള്ളം തന്നെയാണെങ്കിലും ചേർത്ത് നന്നായി അതിലേക്ക് ഒഴിച്ച് ഇളക്കി അടച്ചു വെക്കുക. അടച്ചു വെച്ച് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ചാറ് കുറുകി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം കൊഞ്ചിനധികം വേവില്ല. ചാറൊന്ന് കുറുകിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിലൊരു നാരുണ്ട് അതിൻ്റെ പുറകിൽ, അതൊക്കെ എടുത്ത് കളഞ്ഞ് വേണം ക്ലീൻ ചെയ്യാൻ. ഇത് കടൽ കൊഞ്ചോ കായൽ കൊഞ്ചോ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ തീയലുണ്ടാക്കാം. തീയലിട്ടതിന് ശേഷം ഒരു ചെറിയ തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും ഇട്ട് ഇളക്കി
ഉപ്പും ആവശ്യത്തിന് നമുക്ക് ചേർത്തിട്ടുണ്ട്, നേരത്തെ ചേർത്തിട്ടുണ്ട്. പാകക്കുറവുണ്ടെങ്കിൽ ഇച്ചിരി ചേർക്കാം നമുക്ക്. കറിവേപ്പിലയും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് നന്നായി വേവിക്കുക. അതായത് ചാറ് നന്നായിട്ട് തീയൽ വറ്റിക്കഴിയുന്ന സമയത്ത് മുകളിൽ അതിൻ്റെ എണ്ണ നന്നായി തെളിഞ്ഞു വരും. അപ്പോഴാണ് അതിൻ്റെ പാകമാകുന്നത്. നമ്മുടെ വീഡിയോയിൽ നന്നായിട്ട് കാണാൻ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ചെറിയ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ, പക്ഷേ തേങ്ങ വറുത്തരച്ചതായതുകൊണ്ട് അതിൻ്റെ മുകളിൽ നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് വളരെ രുചികരമായ നാടൻ കൊഞ്ച് തീയൽ തയ്യാറാക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.